നമസ്കാരം. കേരളത്തിൽ ലവ് ജിഹാദ് നിലവിലുണ്ടോ? ഇല്ലെന്നാണ് കേന്ദ്രം തന്നെ പാർലമെന്റിൽ മുൻപ് വ്യക്തമാക്കിയത്. ലവ് ജിഹാദ്, നാർക്കോട്ടിക്സ് ജിഹാദ് എന്നിവ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രസ്താവിച്ചതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ലവ് ജിഹാദ് വിവാദം ആളിക്കത്തിയത്. കേരളത്തിലെ യുവാക്കളും പെൺകുട്ടികളും മതം മാറി IS-ൽ ചേർന്ന വാർത്തകൾ പുറത്തെത്തിയതും ലവ് ജിഹാദ് വാദം സജീവമായി നിലനിർത്തി. കേരള സ്റ്റോറി സിനിമ കൂടി വന്നതോടെ ദേശീയ തലത്തിൽ തന്നെ ലവ് ജിഹാദ് വിവാദം ചർച്ചയായി. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വീണ്ടും ലവ് ജിഹാദ് പ്രചാരണ വിഷയമാക്കുകയാണ് BJP. ലവ് ജിഹാദ് നടക്കുമ്പോൾ സർക്കാർ കണ്ണടച്ചുവെന്നാണ് മുൻ DGPയും വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥിയുമായ R ശ്രീലേഖ പ്രചാരണത്തിനിടെ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. കേരളത്തിൽ സ്ത്രീ സുരക്ഷയില്ലെന്നും ശ്രീലേഖ ആവർത്തിച്ചു. ശാസ്തമംഗലത്ത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രം പങ്കെടുത്ത പരിപാടിക്കിടെയായിരുന്നു ശ്രീലേഖയുടെ ആരോപണം. ഇതിന് തൊട്ടു പിന്നാലെയാണ് ലവ് ജിഹാദ് വിവാദം ആളിക്കത്തിച്ച് മുതിർന്ന BJP നേതാവും കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥിയുമായ കൃഷ്ണദാസ് രംഗത്തെത്തിയത്. LDFും UDFും അധികാരത്തിലെത്തിയാൽ ലവ് ജിഹാദ് നടപ്പാക്കുമെന്നാണ് കൃഷ്ണദാസ് പറഞ്ഞത്. ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ് ഇടത് വലതു മുന്നണികളുടെ സഖ്യകക്ഷികൾ. LDFോ UDFോ അധികാരത്തിലെത്തിയാൽ ഭരണം നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായിരിക്കും, കൃഷ്ണദാസ് ആരോപിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത കാട്ടാക്കടയിലെ പൊതുസമ്മേളനത്തിലായിരുന്നു വിവാദ പ്രസംഗം. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും രണ്ടല്ല, ഒന്നാണ്. LDFോ UDFോ അധികാരത്തിൽ വന്നാൽ അവരാണ് സർക്കാരിനെ നിയന്ത്രിക്കുക. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള പാകിസ്ഥാൻ അനുകൂല ദേശവിരുദ്ധ സംഘടനകളായിരിക്കും ഭരണം നിയന്ത്രിക്കുക. ഹിന്ദു ക്രൈസ്തവ വീടുകളിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് ജിഹാദിന് ഇരയാക്കും. രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യിപ്പിക്കും. ഇതാകും കേരളത്തിൽ നടക്കാൻ പോകുന്നത്, കൃഷ്ണദാസ് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ലവ് ജിഹാദ് BJP പ്രചാരണ വിഷയമാക്കുകയാണ്. ലവ് ജിഹാദ് വിഷയത്തിൽ ഹിന്ദു സംഘടനകളും ചില ക്രിസ്തീയ സംഘടനകളും ഇപ്പോഴും കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിനുള്ള ഈ ശ്രമങ്ങൾ വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.